ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ സാംസ്കാരിക പരിസരത്തും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം വലിയ ചർച്ചയായിരിക്കുകയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട സൂംബ എന്ന പേരിലുള്ള ഒരു നൃത്തരൂപവും അതിനോടുള്ള വിയോജിപ്പുകളുമെല്ലാം. ഇതിലേറ്റവും പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത്, ഈ വിഷയം പലപ്പോഴും ചാനൽ ചർച്ചകളിൽ, മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോൾ സൂംബയിൽ നിന്ന് തുടങ്ങി സൂംബയിൽ അവസാനിക്കുന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ പലപ്പോഴും നാം കാണാറുണ്ട്. ഒരു വിഷയം വരുമ്പോൾ അതിനോടുള്ള വിയോജിപ്പിനും യോജിപ്പിനും പല തലങ്ങളുണ്ടാകും. അതിൻ്റെ സാംസ്കാരിക തലങ്ങളുണ്ടാകും, മതപരമായ തലങ്ങളുണ്ടാകും, അതുപോലെ തന്നെ പല വിധത്തിൽ അതിനോടുള്ള യോജിപ്പും വിയോജിപ്പും ഉണ്ടാകും. പക്ഷേ ഒരു നൃത്തരൂപം അല്ലെങ്കിൽ ഒരു വ്യായാമ രൂപം എന്നുള്ളതിനോടുള്ള യോജിപ്പും വിയോജിപ്പും, അല്ലെങ്കിൽ സൂംബ എന്ന പദത്തിൽ അതിനും അപ്പുറത്തേക്ക് വേറെ ചില ആളുകൾ ചില അല്പവസ്ത്രം, അതുപോലെ തന്നെ തുള്ളൽ, അതുപോലെ തന്നെ കൂടിക്കലരൽ, ഇങ്ങനെയുള്ള ഏതാനും ചില വാക്കുകളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ഈ ചർച്ചയെ ഒതുക്കാൻ പല ആളുകളും ശ്രമിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് ഈ വിഷയത്തെ വളരെ ഗൗരവപൂർവം സമീപിക്കുമ്പോൾ നാം ആദ്യമായി ചെയ്യേണ്ടത് ഈ വിഷയത്തിൻ്റെ, അതുപോലെ തന്നെ ഇതിന് തുടർച്ചയായി വരുന്ന വിഷയങ്ങളുടെ അതിൽ അന്തർലീനമായ ആശയങ്ങളും അതിനോടുള്ള വിയോജിപ്പുകളും വളരെ ഗൗരവത്തോടു കൂടി നാം ചർച്ച ചെയ്യേണ്ടത്. എന്താണ് ഇവിടെ വിഷയം? വെറും ഒരു സൂംബയാണോ വിഷയം? ഒരിക്കലുമല്ല എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെറും ഒരു സൂംബയിൽ തുടങ്ങി സൂംബയിൽ അവസാനിക്കുന്ന വിഷയമല്ല ഇത്. മറിച്ച് വളരെ കൃത്യമായി കഴിഞ്ഞ ഏതാനും കാലങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണത്? പൊതുവിദ്യാലയങ്ങളിലേക്ക് അധാർമികതയുടെ, സംസ്കാര ശൂന്യതയുടെ, ലിബറൽ ചിന്തകൾ എന്ന പേരിലുള്ള അത്തരത്തിലുള്ള തോന്യാസങ്ങളുടെ ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞ കുറച്ചു കാലമായി പല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാം ഏവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പല വിധത്തിൽ, പല രൂപത്തിൽ, പല വിധേന നമ്മുടെ മുമ്പിലൊക്കെ അത്തരം വാർത്തകളും ചർച്ചകളുമെല്ലാം വരാറുണ്ട്. ഏതെങ്കിലും ഒരു കോളേജിന്റെ കരിക്കുലവുമായി ബന്ധപ്പെട്ട്, സ്കൂളിന്റെ കരിക്കുലവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പല രൂപത്തിൽ നിസ്സാരമായി വന്നു പോകുന്ന വാർത്തകളായിട്ടാണ് പലപ്പോഴും നമ്മളത് അവഗണിച്ച് കളയാറുള്ളത്. പക്ഷേ ഇത് അങ്ങനെ ഏതെങ്കിലും ഒന്നിലോ രണ്ടിലോ ഒതുങ്ങുന്നതല്ല എന്നും, ഇത് വളരെ ആസൂത്രിതമായി നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആശയത്തിന്റെ അടിച്ചേൽപ്പിക്കലാണ് എന്നുള്ളിടത്താണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിയോജിപ്പ് കിടക്കുന്നത്. ഒന്നാമതായി നമ്മൾ പറയുന്നത് പൊതുവിദ്യാലയം പൊതുവാകണം എന്നുള്ളത് തന്നെയാണ്. പൊതുവിദ്യാലയം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിമും ഹിന്ദുവും ക്രൈസ്തവനും മതമുള്ളവനും ഇല്ലാത്തവനുമെല്ലാം വളരെ കോൺഫിഡൻസോടുകൂടി അവനവന്റെ മക്കളെ പറഞ്ഞയക്കുന്ന ഇടങ്ങളാണ് പൊതുവിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ. അതിന്റെ കാരണം എന്താ? അത് പൊതുവാണ്. അവിടെ എല്ലാവർക്കും പറ്റുന്ന രൂപത്തിലുള്ള ഒരു സംസ്കാരവും ഒരു രൂപവുമാണ് പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടാവുക എന്ന ആ ഒരു ഉറപ്പിന്റെ മേലാണ് ഇവിടെയുള്ള പൊതുജനം പൊതുവിദ്യാലയങ്ങളിലേക്ക് അവരുടെ മക്കളെ അയക്കുന്നത്. നാം ഏവരും അതിനുവേണ്ടി, അതിന്റെ ഉന്നമനത്തിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അതിൽ നിന്നും മാറിക്കൊണ്ട് ആ പൊതുവിദ്യാലയങ്ങളിൽ പല ആളുകൾക്കും സാധിക്കാത്ത, ഇവിടെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം അവർ മതവിശ്വാസികളാണ്. പല രൂപത്തിൽ ധാർമ്മികതയെ ഇഷ്ടപ്പെടുന്നവരാണ്, സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് യോജിച്ചു പോകാൻ പറ്റാത്ത രൂപത്തിലുള്ള ലിബറൽ സാംസ്കാരിക ഫാസിസം കരിക്കുലത്തിലേക്ക്, സ്കൂളുകളിലേക്ക്, പൊതുവിദ്യാലയങ്ങളിലേക്ക് കടത്തിക്കൂട്ടുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരുപാട് വിഷയങ്ങൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല ആളുകളുടെയും ശ്രദ്ധയിലേക്ക് വന്നിട്ടുള്ള ഒരു വിഷയമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. ജെൻഡർ ന്യൂട്രൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഒരു പക്ഷേ നമുക്ക് ഓർമ്മയുണ്ടാകും. പെട്ടെന്നൊരു ദിവസം അത്തരത്തിലുള്ള ഒരു പരിഷ്കാരം വരുന്നതായി നമ്മൾ അറിയുകയാണ്. എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പൊതുസമൂഹവും ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്? പല ആളുകളും നമ്മുടെ മക്കൾ പറക്കട്ടെ, അവർ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ എന്ന രൂപത്തിലൊക്കെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്. മാത്രമല്ല, ഒരു പരിധി കൂടി കടന്നുകൊണ്ട് വേറെ ചില ആളുകൾ പറഞ്ഞെന്താ വെച്ചാൽ, ഇത് പെൺകുട്ടികൾക്ക് പാൻറ് ധരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന ചർച്ചയാണ് നടക്കുന്നത് എന്നാണ് പല ആളുകളും പറഞ്ഞത്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളുടെ ചില രൂപങ്ങൾ കൂടി കാണിച്ചുകൊണ്ട് തന്നെ, തെളിവുകൾ സഹിതം തന്നെ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ജെൻഡർ ന്യൂട്രലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന പേരിലുള്ള ഒരു പരിഷ്കാരം ഇവിടെ വന്നു. അന്ന് മാധ്യമങ്ങളിൽ എന്താണ് ചർച്ചയായത്, അതിന്റെ ഒരു സാമ്പിൾ മാത്രം ആദ്യം നിങ്ങളൊന്ന് കണ്ടോളൂ. പെൺകുട്ടികൾ പാൻസ് ധരിക്കാന്നുള്ളതല്ല ഇവിടെ വിഷയം. നിലവിൽ ആൺ പെൺ എന്ന തിരിച്ചറിവില്ലാതെ വരുന്ന ഒരു പുതിയ തലമുറയെ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയല്ല. അങ്ങനെ ഒരു പദ്ധതിയല്ല. നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കാത്ത ഒരു കാലം ഒരു കാലത്തും ഒരു ആണിനും പെണ്ണിനും ഉണ്ടാകില്ല. ആർക്കാരും അവനവന്റെ ഐഡന്റിറ്റി ഏതെങ്കിലും ഒക്കെ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുമല്ലോ. അത് അടിച്ചേൽപ്പിക്കുന്നു പറയുന്ന. അപ്പോ ഇത്രയും വലിയ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന അങ്ങേയറ്റം ആശയപരമായി ഒരുപാട് ആഴങ്ങളുള്ള ഒരു വിഷയത്തെ ഈ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും കണ്ടിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ അത് പെൺകുട്ടി പാൻറ് ധരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് പറയുന്ന വളരെ ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ അല്പവസ്ത്രം, അതുപോലെ തന്നെ കൂടിച്ചേരൽ എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് പദങ്ങളിൽ കുരുങ്ങി നിൽക്കുന്നുണ്ടല്ലോ. ഇതുപോലെ അന്ന് പാൻറിലായിരുന്നു കുടുങ്ങിയിരുന്നത്. അന്നത്തെ ചാനൽ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ പാൻറ് ധരിക്കാൻ പറ്റുമോ ഇല്ലേ, പെണ്ണ് പാൻറ് ധരിച്ചാൽ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ ഇല്ലേ, അതുപോലെ തന്നെ പാൻറിന്റെ ചരിത്രപരമായ ഉത്ഭവം എവിടെയാണ്, ഇങ്ങനെയുള്ള വളരെ കൂലങ്കശമായ ഗൗരവത്തിലാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് തമാശ. ഇങ്ങനെ ആ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന വളരെയധികം സാംസ്കാരികമായും സാമൂഹികമായും വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങളുള്ള ഒരു വിഷയത്തെ കേവലം ഒരു പെൺകുട്ടി പാൻറ് ധരിക്കണോ അല്ലെങ്കിൽ പാവാട ധരിക്കണോ എന്ന വിഷയത്തിലാണ് അത് ചുരുക്കി കെട്ടിയത്. അന്ന് തന്നെ നമ്മളത് പറഞ്ഞു. ആ വിയോജിപ്പ് പറയുന്ന ഭാഗം നിങ്ങൾ കേട്ടോളൂ. ഇവിടെ ഈ ഒരു ചർച്ചയിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ ചർച്ചയിൽ പലപ്പോഴും ആ ഒരു ചർച്ച കെട്ടിക്കിടക്കുന്നത് പാൻസ് ധരിക്കുക അല്ലെങ്കിൽ കംഫേർട്ട് ഉള്ള ഒരു ഡ്രസ്സ് ധരിക്കുക, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ള അവിടെ കുരുങ്ങിക്കിടക്കുകയാണ് പലപ്പോഴും ഈ ചർച്ച. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ അടിസ്ഥാന വിഷയം അതല്ല എന്നുള്ളതാണ്. പാൻസ് കംഫേർട്ടാണോ അല്ലെങ്കിൽ കംഫർട്ടബിൾ ഡ്രസ്സ് ധരിക്കാൻ ആരെങ്കിലും അനുവദിച്ചോ ഇല്ലേ എന്നുള്ളതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കംഫർട്ടബിൾ യൂണിഫോം എന്നുള്ള ഒരു പദം മതിയായിരുന്നല്ലോ. കംഫർട്ടബിൾ ആയിട്ടുള്ള യൂണിഫോം, എല്ലാവർക്കും പറ്റുന്ന രൂപത്തിലുള്ള ഒരു യൂണിഫോം ധരിക്കുക എന്ന വിഷയമായിരിക്കുമല്ലോ വരിക. അല്ല, അതിനപ്പുറത്ത് ഇവിടെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം. അപ്പോ എല്ലാവർക്കും കംഫർട്ടബിൾ ആയ വസ്ത്രം ധരിക്കുക എന്നാണെങ്കിൽ കംഫർട്ടബിൾ യൂണിഫോം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പക്ഷെ ഇത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നാണ് പറഞ്ഞത്, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അത്രയും കാലം നടന്ന ചർച്ച മൊത്തം ഈ പാൻറിൽ കുടുങ്ങി കിടക്കായിരുന്നു. അതിനുശേഷം നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വന്നു. ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, അല്ലെങ്കിൽ ഇവിടെയുള്ള പൊതുസമൂഹത്തെയോ പൊതുബോധത്തെയോ ആ നിലക്കൊരു പ്രതിസ്ഥാനത്ത് നിർത്തി സംസാരിക്കുകയല്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ ചർച്ചകൾ ഇങ്ങനെ തൊലിപ്പുറത്ത് അവസാനിക്കുകയാണ്. ഒരു പാൻറ് ധരിക്കാൻ പറ്റുമോ ഇല്ലേ, കുറെ നേരം ചർച്ച ചെയ്യണേ, ഒരുപാട് നേരം ചാനൽ ഡിബേറ്റ് നടത്തണേ. അതല്ല ഇവിടെ വിഷയം. എന്താണ് പിന്നെ വിഷയം? എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി? എന്താണ് അതിൽ അന്തർലീനമായിട്ടുള്ള LGBT ഐഡിയോളജി? അത് സമൂഹത്തിൽ അപ്ലൈ ചെയ്താൽ എന്താ പ്രശ്നം? നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഇരുന്ന് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വന്നു. ആ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു ഭാഗം നിങ്ങൾ കേട്ടോളൂ. മനസ്സിലാക്കേണ്ടത് ഇനി ഇതിന്റെ അപകടം എവിടെയാണ്? അപകടമാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഇവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി അത് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് ഈ തരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വളരുന്ന തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഇത് കേരളത്തിലേക്ക് കടന്നു വരുന്നേ ഉള്ളൂ. കേരളത്തിൽ അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ് യൂണിഫോം എന്ന് പറയുന്നത്. കേരളത്തിലേക്ക് ഇത് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അതെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെസ്റ്റേൺ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കൻ രാജ്യങ്ങൾ അത് ഇത് നടപ്പിലാക്കി ഒരുപാട് മുന്നോട്ട് പോയതാണ്. അവിടെയുള്ള കണക്കുകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇത് നടപ്പിലാക്കിയതിനു ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റാറ്റിസ്റ്റാ ഗ്ലോബൽ കൺസ്യൂമർ സർവേയുടെ ഒരു കണക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കുന്നത് പുതിയ തലമുറ, ഈവൻ ജെൻസിയെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ തലമുറയിൽ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയിട്ടുള്ള ആളുകൾ കൂടി വരുന്നതാണ്. എന്ന് വെച്ചാൽ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത, അതിൽ കൺഫ്യൂഷനുള്ള വലിയ തലമുറ വരുന്നു. ഇത് തന്നെ അവരുടെ സർവേയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 1946 മുതൽ 64 വരെ 95% ഈ ജെൻഡർ കൺഫോമിംഗ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു ഉണ്ടായിരുന്നതിൽ. അമേരിക്കയിൽ മാത്രമാണ് പറയുന്നത്. എന്നാൽ 95 മുതൽ 2012 വരെയുള്ള ജെൻസിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെറും 77% ഞാൻ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇത് കേവലം ഏതെങ്കിലും ഒരു സർവേ അല്ല. യൂണിവേഴ്സിറ്റി ഓഫ് മിനസോട്ടയുടെ പഠനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മോർ US ടീൻസ് ബിക്കമിംഗ് ജെൻഡർ നോൺ കൺഫോമിംഗ്, കൂടുതൽ US ടീൻസ് ടീനേജിലുള്ള ആളുകൾ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയി വരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ആണാണോ പെണ്ണാണോ തിരിച്ചറിയുന്നില്ല, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയിലേക്ക് കൂടുതൽ ടീൻസ് വരുന്നു. അവിടെയും അവസാനിക്കുന്നില്ല. നമുക്ക് വീണ്ടും റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. 27% ഓഫ് കാലിഫോർണിയ അഡോളസൻസ് ആർ ജെൻഡർ നോൺ കൺഫോമിംഗ്. ഒരു സമൂഹത്തിലെ കാലിഫോർണിയയിൽ മാത്രം 27% ആളുകൾ ജെൻഡർ നോൺ കൺഫോമിംഗ് ആണ്. കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഇതാണ് അപകടം. എന്ന് വെച്ചാൽ നമ്മൾ വളരെ പെരിഫറലായി പാന്റും സാരിയും മാത്രം ചർച്ച ചെയ്യുന്നതിനപ്പുറത്ത് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നതിന്റെ പേരിൽ ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ലിബറൽ ജെൻഡർ പൊളിറ്റിക്സ് ഉണ്ട്. അതിന്റെ അപകടം വളരെ വലുതാണ്. ഇത് കേൾക്കുന്ന ആളുകൾ ചിന്തിച്ചു നോക്കുക, നാളെ നമ്മുടെ മകൻ എനിക്ക് ആണാണോ പെണ്ണാണോ തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എത്രത്തോളം വലിയ ഒരു അപകടമായിരിക്കും. അവിടെയും അവസാനിക്കുന്നില്ല. ഇങ്ങനെ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയിട്ടുള്ള ടീൻസിന് കൂടുതലായി ഡിപ്രഷൻ, അതുപോലെ തന്നെ ആൻസൈറ്റി, അതുപോലെ തന്നെ നോൺ സോഷ്യൽ ബിഹേവിയറിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്ന് പഠനങ്ങൾ നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും. ആശങ്കയാണ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ താങ്കൾ പറയുന്നത്. ശാസ്ത്രീയമായിട്ടാണെന്നാണ് താങ്കൾ ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത്രയും കൃത്യമായി കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന പാൻറ്റൊന്നും നല്ല വിഷയം, മറിച്ച് ഇതിന് വളരെ വലിയ ആശയ തലങ്ങളുണ്ട്.
അത് യൂറോപ്പിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, അതിനൊരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കണക്കുകൾ ഉദ്ധരിച്ചപ്പം വല്ലാത്ത ആശങ്ക തന്നെ എന്ന ഒരു വാചകത്തിൽ ഒതുക്കുകയാണ്. ഇപ്പം അല്പവസ്ത്രം എന്നൊക്കെ പറഞ്ഞ് ഒതുക്കുന്നുണ്ടല്ലോ, അതുപോലെ ഇതാ പാൻറ് മാത്രമാണ് വിഷയം, ഇങ്ങനെ പറയുന്നത് പോലെ ഒന്നുമില്ല എന്ന് നമ്മൾ അന്ന് ചർച്ചയിൽ പ്രത്യേകം പറഞ്ഞു. ഇവിടെ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കുട്ടികളുണ്ടാകും, ആണാണോ പെണ്ണാണോ എന്ന് സ്വയം തിരിച്ചറിയാൻ പറ്റാത്ത കുട്ടികളുണ്ടാകും. അന്ന് ഞങ്ങളത് പറഞ്ഞപ്പോൾ പല ആളുകൾക്കും സംശയമായിരുന്നു, ഇതെന്ത് ചോദ്യമാണ്, ഇതെന്ത് വർത്താനാണ്, സ്വയം ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ പറ്റാതിരിക്കേ, ഇതെല്ലാവർക്കും സ്വന്തം ലിംഗത്തിലേക്ക് നോക്കിയാൽ പോരെ, ശരീരത്തിലേക്ക് നോക്കിയാൽ പോരെ എന്നൊക്കെ വളരെ നിഷ്കളങ്കമായിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് തിരിച്ചു ചോദിച്ച, കമന്റ് ഇട്ട, തിരിച്ചു കമന്റ് അടിച്ച, അതുപോലെ തന്നെ തിരിച്ചു പരിഹസിച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നവർക്ക് കാര്യം വ്യക്തമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് കൃത്യമായി കൊണ്ട് തന്നെ അത് വ്യക്തമായിട്ടുണ്ട്. കാരണം എന്താ, ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് ഈ LGBT ഐഡിയോളജി അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഒരാളും ജൈവികമായി ആണോ പെണ്ണോ ആവുകയില്ല എന്ന ആശയം ഇന്ന് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വളരെ കൃത്യമായിട്ട് അന്ന് വല്ലാത്ത ആശങ്ക തന്നെ എന്ന് പറഞ്ഞ ആളുകൾ ആ ആശങ്ക നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഇത് ഞങ്ങൾ വീണ്ടും പറയുന്നു, ഇത് ഞങ്ങൾ ആ നിലക്ക് ആരോപിച്ചതുമല്ല, ഇത് നടപ്പിലാക്കിയ ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇന്നത്തെയും പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മന്ത്രി ആർ ബിന്ദു കൃത്യമായി കൊണ്ട് പറഞ്ഞു എന്താണ് ഈ പരിഷ്കാരം കൊണ്ടുവരുന്നതിന്റെ പിന്നിലുള്ളത്, എന്താണ് ആ പരിഷ്കാരം കൊണ്ടുവരുന്നതിന്റെ. ടു അച്ചീവ് ദിസ് our students should first be given access to education in a free environment unhindered by the burden of society's heteronormative expectations. എന്തിനായി ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവരുന്നത്? അത് സൊസൈറ്റിയുടെ ഹെറ്ററോനോർമേറ്റീവ് എക്സ്പെക്ടേഷനിന് അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ, അതിന്റെ ബേർഡൻസിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നത്. എന്താ ഈ ഹെറ്ററോനോർമേറ്റിവിറ്റി? പല ആളുകൾക്കും പരിചയം ഉണ്ടായിരുന്നില്ല, അന്ന് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വന്നു. എന്താണത്? അത് ആണും പെണ്ണും തമ്മിലുള്ള ജൈവികമായ വ്യത്യാസങ്ങളെ മാസ്ക് ചെയ്തുകൊണ്ട് ഒരാളും ജനിക്കുമ്പോൾ തന്നെ ആണോ പെണ്ണോ ആവുന്നില്ല, അവൻ സ്വയം തിരഞ്ഞെടുക്കുകയാണ് എന്നൊക്കെയുള്ള ആശയമാണത് എന്നും അത് വളരെ അപകടകരമാണ് എന്നും അത് ഈവൻ സ്ത്രീകളുടെ സുരക്ഷയെ പോലും ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളാണ് എന്നും കണക്കുകൾ ഉദ്ധരിച്ച്, പഠനങ്ങൾ ഉദ്ധരിച്ച് അന്ന് ഞങ്ങൾ പറഞ്ഞു. അത് പല ആളുകൾക്കും ബോധ്യപ്പെട്ടു. അന്ന് സാംസ്കാരിക സംഘടനകൾ, അതുപോലെ തന്നെ സാമുദായിക സംഘടനകൾ, കത്തോലിക്ക സഭയടക്കം അതിനെതിരെ രംഗത്ത് വന്നു. അങ്ങനെ രംഗത്ത് വന്നപ്പോ പെട്ടെന്നൊരു ദിവസം മറ്റൊരു പ്രസ്താവന വരികയാണ്. ബഹുമാനനായ മന്ത്രിയുടെ ഒരു പ്രസ്താവന, ജെൻഡർ ന്യൂട്രാലിറ്റി അടിച്ചേൽപ്പിക്കില്ല. ഇപ്പൊ ഈ അടുത്തൊരു പ്രസ്താവന വന്നല്ലോ, എന്താണത്? സൂംബ അത് നിർബന്ധമല്ല എന്നൊക്കെയുള്ള പ്രസ്താവന വന്നില്ലേ? അതുപോലെ തന്നെ ഒരു പ്രസ്താവന വന്നു, ജെൻഡർ ന്യൂട്രാലിറ്റി അടിച്ചേൽപ്പിക്കില്ല. ആ പ്രസ്താവന നിങ്ങൾ കേട്ടോളൂ. ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയത്തിൽ സർക്കാർ നിലപാട് സംശയത്തിനിടവരുത്താത്തതാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഒരിടത്തും ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം അടിച്ചേൽപ്പിക്കില്ല. പലതവണ സർക്കാർ നിലപാട് അറിയിച്ചിട്ടും തെറ്റിദ്ധാരണ പരത്തുകയാണ്. പ്രതിഷേധത്തിനൊരുങ്ങുന്നവർ ഒന്നുകൂടി ആലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ യൂണിഫോം അത് ഒരു നിലയിലും ഒരു വിദ്യാലയങ്ങളിലും അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിലെ അപ്പോൾ ഒരു നിലക്കും അടിച്ചേൽപ്പിക്കില്ല. എല്ലാവർക്കും സമാധാനമായി. കാരണം ഇതിന്റെ പ്രശ്നം എല്ലാവർക്കും മനസ്സിലായിരുന്നു. അത് സാമൂഹികമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. പെട്ടെന്ന് വന്നു അടിച്ചേൽപ്പിക്കൂല. അപ്പൊ എല്ലാവർക്കും സമാധാനമായി, സ്വസ്ഥം സമാധാനം, എല്ലാവരും വളരെ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങി. എന്താ, ജെൻഡർ ന്യൂട്രാലിറ്റി പോയല്ലോ, ആ വിവാദം വന്നു, അത് അടിച്ചേൽപ്പിക്കൂല എന്ന് പറഞ്ഞു, കഴിഞ്ഞു. ഇങ്ങനെയാണ് പല ആളുകളും ആ വിഷയത്തെ മനസ്സിലാക്കിയത്. അന്നേ നമ്മൾ പറഞ്ഞു, ഇതൊരു യൂണിഫോം അടിച്ചേൽപ്പിക്കാത്ത ഒരു വിഷയം മാത്രമാണ് പറഞ്ഞത്. ആ ആശയം ഇപ്പോഴും ഉണ്ട് എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു. അതിനുശേഷം നിയമസഭയിൽ മന്ത്രി തന്നെ പറഞ്ഞു, ജെൻഡർ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ നിർമ്മിതിയാണ് എന്ന്. അതും കഴിഞ്ഞ് ഇപ്പൊ ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, മാധ്യമപ്രവർത്തകരോട് ഞാൻ പ്രത്യേകം പറയുന്നു, നിങ്ങൾ ഇപ്പോൾ നിലവിലുള്ള വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴുള്ള 9ാം ക്ലാസിന്റെ സാമൂഹ്യ ശാസ്ത്ര ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തു നോക്കുക. നേരത്തെ പറഞ്ഞ പ്രസ്താവന എല്ലാവരും ഓർമ്മ ഉണ്ടാവും. ജെൻഡർ ന്യൂട്രാലിറ്റി അടിച്ചേൽപ്പിക്കൂല, സമാധാനം, കഴിഞ്ഞു, ആ വിവാദേ കഴിഞ്ഞു. എന്നിട്ട് വേറെ ചില ആളുകൾ വേറെ ചില നെറേറ്റീവ് ഉണ്ടാക്കും. മുസ്ലിം സംഘടനകൾ പറഞ്ഞതോടുകൂടി ഇടത് ഗവൺമെന്റ് പത്തിമടക്കി എന്നൊക്കെ പറഞ്ഞു കണ്ട് അങ്ങനെയുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ വേറെ കുറച്ച് ആൾക്കാർ ഇങ്ങനെയുള്ള കുറെ നെറേറ്റീവ് ഇപ്പോഴും ഉണ്ടാക്കുന്നത് പോലെ തന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ അത്തരത്തിലുള്ള എല്ലാ വിഷയവും വാരി വിതറിയതിനു ശേഷം ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പോകണം. പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുട്ടിയുടെ 9ാം ക്ലാസിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കണം. അതിലുള്ള ചില വരികൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും ഇരുന്ന് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ജെൻഡർ എന്ന് പറയുന്നത് ഒരു ആർജിത പദവിയാണ് എന്നാണ് നമ്മുടെ കുട്ടികൾ പൊതുവിദ്യാലയത്തിൽ പോയി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ആർജിത പദവി എന്ന് പറഞ്ഞാൽ? ആർജിച്ചെടുക്കുന്ന ഒരു പദവിയാണ്. ഞാനും നിങ്ങളും ആണ് പെണ്ണ് എന്നുള്ള ആ ലിംഗസ്വത്വം അത് ആർജിച്ചെടുക്കുന്നതാണ്. ഏതുപോലെ? അതിന്റെ ഉദാഹരണം കുട്ടികളല്ലേ മനസ്സിലാവാത്തോണ്ട് ഉദാഹരണമടക്കം പറഞ്ഞു. എന്താണത്? നമ്മളൊക്കെ തൊഴിലിന് വേണ്ടി ഓരോ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണല്ലേ, അതിനുള്ള സ്കില്ലുകൾ നമ്മൾ ആർജിച്ചെടുക്കുന്നത് പോലെയാണ് ആണാണോ പെണ്ണാണോ എന്നുള്ളത് നമ്മൾ ആർജിച്ചെടുക്കുന്നത് എന്ന്. ഇത് നമ്മുടെ കുട്ടികൾ ഇന്ന് സ്കൂളിൽ പോയി അവന്റെ ടീച്ചറുടെ വായിൽ നിന്ന് കേട്ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പല ആളുകളും വിചാരിച്ചത് ജെൻഡർ ന്യൂട്രാലിറ്റി, ആ വിവാദം കഴിഞ്ഞു, അത് അടിച്ചേൽപ്പിക്കൂല എന്ന് പറഞ്ഞല്ലോ, സ്വസ്ഥം സമാധാനം കഴിഞ്ഞു. പക്ഷേ ഇപ്പോ അതാ അടിച്ചേൽപ്പിക്കില്ലെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞ ആ ഗവൺമെന്റ് ഒരു തരത്തിലുള്ള ജനാധിപത്യ മര്യാദകളും പാലിക്കാതെ, ഒരു ജനകീയ ചർച്ചകളുമില്ലാതെ, ഒരു പഠനവുമില്ലാതെ നമ്മുടെ കുട്ടികളുടെ സ്കൂളിൽ അവരുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പച്ച മലയാളത്തിൽ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണിതിന്റെ അപകടം. ഇങ്ങനെയാണ് പലപ്പോഴും ഗവൺമെന്റ് ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെതിരെ നിരന്തരമായി പോരാടേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ജെൻഡർ ന്യൂട്രാലിറ്റി മാത്രമല്ല, പാഠപുസ്തകങ്ങളിൽ സ്വതന്ത്ര ചിന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, മതനിരാസ ചിന്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ജെൻഡർ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള പദപ്രയോഗങ്ങളും അതുപോലെ തന്നെ അധ്യാപനങ്ങളുമാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ കുട്ടികൾ ഒരു സെലിബ്രേഷൻ കൾച്ചറിലേക്ക് കൊണ്ടുപോവുക, ഒരു എൻജോയ്മെന്റ് കൾച്ചറിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെയുള്ള വളരെ അപകടകരമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെ ഒരു വിധത്തിലുള്ള ചർച്ചയോ പഠനമോ ഇല്ലാതെ. ഇതാണ് ഇതിന്റെ പ്രശ്നമെന്ന് പറയുന്നത്. ഇതിന്റെ ഈ പറയുന്ന അധ്യായങ്ങളുടെയും എല്ലാം ഒരു തുടർച്ച മാത്രമാണ് സൂംബ എന്ന് പറയുന്നത്. പല ആളുകളും മനസ്സിലാക്കുന്നത് സൂംബ എന്ന് പറഞ്ഞാൽ മിഞ്ഞാന്നുണ്ടായ എന്തോ ഒരു വിവാദമാണ്, പെട്ടെന്ന് അങ്ങോട്ട് വന്നു, പെട്ടെന്ന് എന്തോ ഒക്കെ പ്രതികരിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായ എന്തോ ഒരു സംഭവമാണ് എന്ന് വിചാരിക്കുന്ന ചില ആളുകളെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, സൂംബ എന്ന് പറയുന്നത് മിനിഞ്ഞാന്ന് വന്നൊരു സംഭവമല്ല. ഇത്രയും കാലം ഞാൻ ഈ പറഞ്ഞ ഈ പ്രക്രിയകളുടെ തുടർച്ച മാത്രമാണ് സൂംബ. ഈ ലിബറൽ അടിച്ചേൽപ്പിക്കൽ, ഈ സാംസ്കാരികമായ അടിച്ചേൽപ്പിക്കൽ, കൾച്ചറൽ ഫാസിസം, അതിന്റെ അവസാനത്തെ അധ്യായം മാത്രമാണ് സൂംബ എന്ന് പറയുന്നത്. അതുതന്നെ നാം മനസ്സിലാക്കുക, മിനിഞ്ഞാന്ന് വന്നതല്ല, മറിച്ച് ഏപ്രിലിൽ വന്ന് തുടങ്ങിയ ഒരു കാര്യമാണ്. ഏപ്രിൽ എങ്ങനെ വരുന്ന ആ ഒരു ഘട്ടം മുതൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് വേണം. ആ വരുന്ന ഒന്നാമത്തെ വരവ് നിങ്ങളൊന്ന് കണ്ടോളൂ. നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും നല്ല ഒരു കാര്യം ആലോചിച്ചുകൂടെ എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ സ്കൂൾ തുടങ്ങി, വൈകുന്നേരം ലോങ് ബെല്ലടിച്ച് സ്കൂൾ വിടുന്നു. ഈ ലോങ് ബെല്ലടിക്കുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുമ്പാവട്ടെ ഒരു ചെറിയ ബെല്ല് കൊടുക്കുന്നു. എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു. അവിടെ സ്കൂളിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അവർ ചെയ്യുക സാധാരണഗതിയിൽ. ഒരു അതുവരെയുള്ള സ്ട്രെസ് ഉണ്ട് കുട്ടിക്ക്, വല്ലാത്ത തരത്തിലല്ലേ. ഈ സ്ട്രെസ് ആകെ കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നൂടെ? എന്താ ഡാൻസിന്റെ ജിംബോ ഡാൻസ് അല്ലേ? ജുബ ഞാൻ പറയുന്നത് പേര് തെറ്റായിരിക്കാം, പക്ഷെ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാനോ അത് നല്ല എക്സസൈസ് ആണല്ലോ. നല്ല നിരക്ക് ആ പരിപാടി നടത്താനും അതിന്. അപ്പോ ഇങ്ങനെയാണ് ഇത് വരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ബഹുമാനിയായ മുഖ്യമന്ത്രിയുടെ വാചകങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ജംബയോ എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു പഠനം നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലല്ലോ വരിക. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെയാണോ നമ്മൾ പൊതുവിദ്യാലയത്തിൽ ഒരു പരിഷ്കാരം വരേണ്ടത്? എന്താണ് പേര് എന്ന് പോലും കൃത്യമായി ഞാൻ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയല്ല, പക്ഷേ അങ്ങനെയാണോ വരേണ്ടത്? നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്ന ഒരിക്കലും പരീക്ഷണശാലകളല്ലല്ലോ. കുറച്ച് എന്തെങ്കിലുമൊക്കെ തോന്നുക, അപ്പൊ അത് കാണുന്ന കുട്ടികളുടെ അത് നോക്കി വെക്കുക, കുറച്ചു കാലം അങ്ങോട്ട് ഓടട്ടെ അല്ലേ. പല പരിഷ്കാരങ്ങളും അങ്ങനെ ഓടിയിട്ടുണ്ട്. അക്ഷരം എഴുതാൻ പോലും പറ്റാത്ത കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവസ്ഥ ഉണ്ടായത് ഇത്തരം ചില പരീക്ഷണശാലകളാക്കിയതിന്റെ പേരിലാണ്. അങ്ങനെ വേറൊരു പരീക്ഷണം കൊണ്ടുവരികയാണ്. എന്താ? ജംബോയോ എന്താണെന്ന് അറിയാത്ത ഒരു സാധനം കൊണ്ടുവരികയാണ്. കാരണം എന്താ? ആരോ പറഞ്ഞിട്ടുണ്ട് അത് കുട്ടികൾ അങ്ങനെ തുള്ളി കളിച്ചാൽ കുറച്ച് സ്ട്രെസ്സൊക്കെ റിലീഫ് ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ആയിക്കോട്ടെ, ഇതൊരു പ്രസ്താവനയായിട്ട് അവിടെ ഒതുങ്ങുകയാണെങ്കിൽ നമുക്ക് സമാധാനിക്കാം, അതിനെക്കുറിച്ച് ചർച്ചകളും പഠനങ്ങളൊക്കെ നടക്കുമായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ തൊട്ടടുത്ത ദിവസം നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ബഹുമാന്യനായ മന്ത്രി ശിവൻകുട്ടി പറയാണ്, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിക്കൊണ്ട് കുട്ടികളുടെ സ്ട്രെസ്സൊക്കെ ഇല്ലാതാക്കാൻ വിദ്യാലയങ്ങളിൽ സൂംബ നടപ്പിലാക്കും. ഇങ്ങനെയുള്ള ഒരു പ്രസ്താവനയും കൂടി വരികയാണ്. ഈ ജംബയാണോ ജൂംബയാണോ എന്നറിയാത്ത ആ ഒരു സാധനം തൊട്ടടുത്ത ദിവസം എന്ത് ചെയ്യാണ്, വിദ്യാലയങ്ങളിലേക്ക് നടപ്പിലാക്കുകയാണ്. പെട്ടെന്ന് ഹെഡ്ലൈനുകൾ വരികയാണ്, സൂംബ സ്കൂളുകളിലേക്ക്. ഇത് ഞാൻ പറയുന്നത് മിനിഞ്ഞാന്നത്തെ കാര്യമല്ല കേട്ടോ, 4 ദിവസം മുമ്പുള്ള കാര്യമല്ല, ഏപ്രിലെ കാര്യമാണ്. ഏപ്രിലിൽ ഒരു ന്യൂസ് വരികയാണ്, സൂംബ കലാലയങ്ങളിലേക്ക്, സൂംബ സ്കൂളുകളിലേക്ക്. അപ്പൊ നമ്മൾ അന്വേഷിച്ചു, ഇവിടെയുള്ള അധ്യാപക സംഘടനകളുണ്ട്, അങ്ങനെ പല ആളുകളുണ്ടല്ലോ. അപ്പോൾ അധ്യാപക സംഘടനകളോടും വിദ്യാർത്ഥി സംഘടനകളോടൊക്കെ നമ്മൾ അന്വേഷിച്ചു, ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്, എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടോ, എന്തെങ്കിലും പഠനങ്ങൾ നടന്നിട്ടുണ്ടോ? ആർക്കും ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ചർച്ചകളും സംവാദങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഠനങ്ങളൊന്നും ആർക്കും അറിയില്ല. പെട്ടെന്ന് മുകളിൽ നിന്ന് കെട്ടി ഇറക്കുകയാണ്. അവിടെ നമ്മൾ അന്വേഷിച്ചു, എന്താണ് ഈ സൂംബ? അല്ലാതെ മിനിഞ്ഞാന്ന് വന്നിട്ട് പെട്ടെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തല്ല, മറിച്ച് എന്താണ് സൂംബ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇന്റർനാഷണലി എന്താണോ സൂംബ, ഇവിടെ നിലനിൽക്കുന്ന സൂംബ എന്താണോ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും അത് അത്തരത്തിൽ കലാലയങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ള ആ ഒരു വാദം ഏപ്രിൽ 29 തന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. ജൂണിലെ കാര്യമല്ല, ജൂണിലല്ല വിയോജിപ്പ് പറയുന്നത്. എടുത്തുചാടി എന്തോ എന്നറിയാതെ, എന്താണ് സംഭവം എന്നറിയാതെ പെട്ടെന്ന് എടുത്തുചാടി പറഞ്ഞതല്ല. ഏപ്രിൽ 29 കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും അതെന്താണെന്ന് മനസ്സിലാക്കുകയും അതിന്റെ സാംസ്കാരികമായ വശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനോടുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വിസ്ഡത്തിന്റെ ഡയലോഗ് ടിവിയിലുള്ള സ്പോട്ട് ലൈറ്റിന്റെ ഒരു എപ്പിസോഡ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും അതൊന്ന് കാണണമെന്നാണ്. കൃത്യമായി ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും എങ്ങനെയാണ് ഇത് കലാലയങ്ങളിലേക്ക് നടപ്പിലാക്കിയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന് ഏപ്രിലിൽ എണ്ണി പറയാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞില്ല. അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾ നടത്താൻ ശ്രമിക്കുകയാണ്. പിന്നെ ഫേസ്ബുക്കിലൂടെ, കുറിപ്പുകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായി അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതാ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് ഈ രൂപത്തിൽ പ്രശ്നങ്ങളുള്ള ചില എലമെന്റുകൾ അതിലുണ്ട്. അതിന്റെ ചില സാംസ്കാരികമായ കൾച്ചറലായ കാര്യങ്ങളോട് മതപരമായി തന്നെ ചില വിയോജിപ്പുകളുണ്ട്. മതപരമായ വിയോജിപ്പിനുമപ്പുറത്ത് ഇവിടെയുള്ള ധാർമ്മികതയെ സ്നേഹിക്കുന്ന ഒരു അച്ചടക്കമുള്ള ഒരു സൊസൈറ്റിയെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുദ്ദേശിക്കുന്ന ഒരു സംസ്കാരമല്ല ഇത് എന്നുള്ള കൃത്യമായ വിയോജിപ്പ് ഏപ്രിൽ മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏപ്രിൽ മുതൽ തന്നെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അതിലുള്ള വിയോജിപ്പുകൾ എന്താണ് അതിലുള്ള വിയോജിപ്പുകൾ? നമ്മൾ പറഞ്ഞു, അതിന്റെ സാംസ്കാരികമായ അതിന്റെ രൂപത്തോട് കൃത്യമായ വിയോജിപ്പുകളുണ്ട്. അത് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. സൂംബ നടപ്പിലാക്കുന്നു എന്നുള്ളത് ഒരു ചർച്ചയും നടക്കാത്തതുകൊണ്ട് ഏതൊക്കെ രൂപത്തിലാണ് നടപ്പിലാക്കുക എന്ന് നമുക്കറിയില്ല. കാരണം അത് വന്നതിന് ശേഷമല്ലേ അറിയുള്ളൂ. ചർച്ചയില്ലല്ലോ, ജനാധിപത്യം ഇല്ലല്ലോ. അതുകൊണ്ട് അത് വരുന്നു എന്നറിയുമ്പോൾ നിലവിലുള്ള സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോ, പഠിക്കാൻ ശ്രമിച്ചപ്പോ അതിന്റെ രൂപങ്ങളോട്, അതിന്റെ സാംസ്കാരികമായ എലമെന്റുകളോട്, വസ്ത്രധാരണത്തോടക്കം വിയോജിപ്പുകളുണ്ട്. അതാണ് നമ്മൾ കൃത്യമായി കൊണ്ട് ഇപ്പോൾ ചില ആളുകൾ കുരുങ്ങിക്കിടക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ടല്ലോ, അല്പവസ്ത്രം എന്നൊക്കെ, അതൊക്കെ പ്രയോഗിക്കാൻ കാരണം എന്താ? ഇങ്ങനെ എന്താണെന്നറിയാത്ത അല്ലെങ്കിൽ എന്താണെന്ന് വിശദീകരിക്കാത്ത ഒരു സാധനമാണ് ഒരു ജനാധിപത്യ ചർച്ചയുമില്ലാതെ, ഒരു ജനകീയ ചർച്ചയുമില്ലാതെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ നിലവിലുള്ള ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള രൂപങ്ങളിലെല്ലാം നമുക്ക് വസ്ത്രധാരണത്തോട് വിയോജിപ്പുണ്ട്. അതുപോലെ തന്നെ അതിന്റെ രൂപങ്ങളോട് വിയോജിപ്പുണ്ട്, അതിന്റെ സംഗീതത്തോട് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അത് പ്രകടിപ്പിച്ചത് വെറുതെയാണോ? അല്ല. ഞാൻ പറയട്ടെ, ഇത് കരിക്കുലത്തിൽ, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഈ വിയോജിപ്പിന്റെ കാര്യം, അതിന്റെ റീസൺ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടെക്സ്റ്റ് ബുക്ക്, 8ാം ക്ലാസ്സിലെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക്, അതിൽ സൂംബ എന്ന പേരിൽ തന്നെ കൃത്യമായി അതിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൂംബയെ വിമർശിക്കുമ്പോൾ നിലവിൽ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എലമെന്റിനോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നമ്മളത് പറയും. സൂംബയോട് വസ്ത്രധാരണത്തിൽ മാത്രമല്ല നമ്മൾ വിയോജിപ്പ് പറഞ്ഞത്, എല്ലാത്തിനോടും അതിന്റെ സാംസ്കാരികമായ എലമെന്റുകളോടെല്ലാം നമ്മൾ വിയോജിപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
അതിൻ്റെ കൂട്ടത്തിലൊന്നായിക്കൊണ്ട് ഇത് കാണുമ്പോൾ ഇതും നമ്മൾ സൂചിപ്പിക്കും. അതാണ് ആ പറഞ്ഞ പദപ്രയോഗത്തിലുള്ളത്. ഇത് കേവലം ഒരു ടെക്സ്റ്റ് ബുക്കുള്ള ഒരു ഇമേജിന്റെ പേരിൽ മാത്രമാണോ? അല്ല. ഈ സൂംബ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളുകളിൽ നിന്ന് അധ്യാപകർ മുഖേന ചില ലിങ്കുകൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ഇതിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചില ലിങ്കുകൾ കിട്ടിയിട്ടുണ്ട്. അതും നമ്മൾ പരിശോധിച്ചു. അത് പരിശോധിച്ചു നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? അതിന്റെ ഏതാനും സെക്കൻഡുകൾ മാത്രം നിങ്ങൾ കണ്ടോളൂ. അപ്പോ ഞാൻ പൂർണ്ണമായിട്ട് അത് കാണിക്കുന്നില്ല. ആ ഒരു വീഡിയോ, അതായത് അധ്യാപകർ മുഖേന സ്കൂളുകൾ മുഖേന ലഭിച്ചിട്ടുള്ള ആ വീഡിയോയോടും നമുക്ക് എന്തുണ്ട്? വിയോജിപ്പുണ്ട്. അതിലുള്ള വസ്ത്രധാരണത്തോട് നമുക്ക് വിയോജിപ്പുണ്ട്. ഇനി സൂംബ എന്ന് പറയുന്നത് കൃത്യമായി തന്നെ നേരത്തെ പറഞ്ഞല്ലോ, അതിന് ഗ്ലോബൽ വെബ്സൈറ്റുകളുണ്ട്. അതിന്റെ രൂപങ്ങൾ കാണിച്ചിട്ടുണ്ട്, അതിന്റെ മാതൃകകൾ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പം അതിലും ഈ പറഞ്ഞതുപോലെ ഒന്നല്ല, വളരെ വൾഗറായ വസ്ത്രധാരണം അതിൽ കാണാൻ സാധിക്കും. സൂംബയെ കൊണ്ട് പഠിച്ചത് കൊണ്ടാണ്, അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് വസ്ത്രധാരണത്തിന്റെ എലമെന്റ് അവിടെ കൃത്യമായി പറഞ്ഞത്. വെറുതെ പറഞ്ഞതല്ല, അബദ്ധം പറ്റിയതല്ല, കൃത്യമായി അതിനെക്കുറിച്ച് ഇരുന്ന് പഠിച്ചത് കൊണ്ടാണ് വസ്ത്രധാരണം എന്ന ആ പദപ്രയോഗം അവിടെ കൊടുത്തിട്ടുള്ളത്. സ്കൂളുകളിൽ അല്പവസ്ത്രം ഇട്ട് തുള്ളുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് വരാൻ പോകുന്നത്. ആ സംസ്കാരത്തിൽ അല്പവസ്ത്രം എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ്. ആ സംസ്കാരത്തിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ അയക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോഴും പറയുന്നു, അത്തരം ഒരു സംസ്കാരത്തിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ അയക്കാൻ ഇപ്പോഴും ആരും ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് പറഞ്ഞത്. മാത്രവുമല്ല, ഇത് നമ്മൾ പിന്നെ കാണുന്ന എന്താ? മന്ത്രിമാരായ ആളുകൾ ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു, അതിന്റെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു. അവിടെയും നമുക്ക് ഇത്തരത്തിലുള്ള സാംസ്കാരികമായി യോജിക്കാൻ പറ്റാത്ത എലമെന്റുകൾ കാണുന്നു. ഒരു ഉദാഹരണം മാത്രം. ബഹുമാന്യനായ മന്ത്രി വി അബ്ദുറഹ്മാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ, അത് ബ്ലറായിക്കൊണ്ടാണ് കാണിക്കുന്നത്, പക്ഷേ അതും നമ്മൾ കാണുകയാണ്. ഇതുപോലെയുള്ള ഒരുപാട് മന്ത്രിമാരുടെ പോസ്റ്റുകളും വീഡിയോകളും നമ്മൾ കാണുന്നു. നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്ന പരിഷ്കാരം എന്താണ് എന്നുള്ളതിനെ പറ്റി അതും ധാരണ തരികയാണ്. ചെറിയൊരു ഭാഗം മാത്രം നിങ്ങൾ കണ്ടോളൂ. അപ്പോ ഇതും കാണുമ്പോൾ ഇതാണ് വരാൻ പോകുന്നത്. വരാനിരിക്കുന്നത് എന്താണ്? ജനകീയ ചർച്ചയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമല്ല. അതുകൊണ്ട് വരാനിരിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് നോക്കുമ്പോൾ, ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ, മന്ത്രിമാർ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ നോക്കുമ്പോൾ, അധ്യാപകർ മുഖേന ലഭിച്ച ലിങ്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിലെല്ലാം വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിയോജിപ്പിന്റെ മേഖലയാണ്. അതുകൊണ്ട് അത് പ്രത്യേകം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനോടുള്ള വിയോജിപ്പ് പറഞ്ഞത്. എന്ന് വെച്ച് വസ്ത്രധാരണം മാത്രമാണോ പ്രശ്നം? അല്ല, വിയോജിപ്പിന്റെ ഒരു മേഖല മാത്രമാണ് വസ്ത്രധാരണം എന്നുള്ളത്. അത് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഒരു സാധനം നേരത്തെ ഏപ്രിലിൽ പറഞ്ഞു, ഇങ്ങനെയുള്ള കുറച്ച് വാർത്തകളും കുറച്ച് പദപ്രയോഗങ്ങളൊക്കെ കണ്ടു. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് പെട്ടെന്നൊരു ദിവസം ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമാണ്. അതുകൊണ്ടിതാ ഒരു പരിഷ്കാരം നടപ്പിലാക്കാൻ പോകുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് സ്കൂളുകളിൽ സൂംബ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു സർക്കുലർ വരികയാണ്. ആ സർക്കുലർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും അവസാനത്തെ വരി അതുകൂടി നിങ്ങൾ വായിക്കേണ്ടതുണ്ട്. ഏറ്റവും അവസാനത്തെ വരി എന്താണ്? ആ വരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇത് എല്ലാ സ്കൂളുകളിലും നടക്കുന്നുണ്ട് എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത് കൃത്യമായി നിർബന്ധിതമായി നടപ്പിലാക്കേണ്ടതാണ് എന്ന് സർക്കുലറിൽ കാണുകയാണ്. ഇങ്ങനെ ഈ നിലക്ക് സാംസ്കാരികമായി മതപരമായി നമുക്ക് വിയോജിപ്പുള്ള ഒരു കാര്യം യാതൊരു ചർച്ചയുമില്ലാതെ, യാതൊരു പഠനവുമില്ലാതെ, ഒരു നിലക്കും അധ്യാപക സംഘടനകളുമായോ വിദ്യാർത്ഥി സംഘടനകളുമായോ ആരോടും ചർച്ച ചെയ്യാതെ നടപ്പിലാക്കിയ ആ ഒരു കാര്യം പെട്ടെന്നൊരു ദിവസം സർക്കുലർ വരികയാണ്. അതിനെതിരെ ബോധവൽക്കരണങ്ങൾ നടത്തുന്നു, സംസാരിക്കുന്നു, പ്രസംഗിക്കുന്നു, എഴുതുന്നു, എല്ലാം ശ്രമിച്ചിട്ടും ആ വിയോജിപ്പുകളെയൊന്നും ഒരു നിലക്കും പരിഗണിക്കാതെ, ഒരൽപ്പം പോലും അതിന് പരിഗണന നൽകാതെ പെട്ടെന്നൊരു ദിവസം നടപ്പിലാക്കുമ്പോൾ പിന്നെയുള്ള വഴി ഇതാ ഞങ്ങൾ ഇതിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. കാരണം ഇത്രയും നിലക്ക് ഇതൊരു പ്രശ്നമാണ് എന്ന്, ഞങ്ങൾക്ക് ഇതിനോട് വിയോജിപ്പുണ്ട് എന്ന് ഈ നിലക്ക് നിരന്തരമായി പറഞ്ഞിട്ടും, നിരന്തരമായി അത് ഉന്നയിച്ചിട്ടും, ഒരുപാട് ആളുകളുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവന്നിട്ടും
വീണ്ടും ഒരു ചർച്ചയുമില്ലാതെ പെട്ടെന്നൊരു ദിവസം സർക്കുലർ വഴി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ വിട്ടുനിൽക്കുന്നു, എൻ്റെ മകൻ വിട്ടുനിൽക്കുന്നു എന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അത് ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ പ്രതിരോധമാണ്. പ്രതിരോധത്തിന്റെ ഈ വഴികളെല്ലാം, ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഈ വഴികളെല്ലാം ശ്രമിച്ചതിന് ശേഷം അതിനെയൊന്നും ഒരു നിലക്കും പരിഗണിക്കാത്തത് കൊണ്ട്, ഒരു നിലക്കും അതിനോട് ജനാധിപത്യപരമായി എൻഗേജ് ചെയ്യാത്തത് കൊണ്ട്, അതിനെ പരിഗണിക്കാത്തത് കൊണ്ട് ഏറ്റവും അവസാനത്തെ വഴിയായി സ്വീകരിച്ചതാണ് ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന പ്രഖ്യാപനം. പല ആളുകളും ആ പ്രഖ്യാപനമാണ് ആദ്യം കണ്ടത്. ഒരു പുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ പേജ് എടുത്തിട്ട് ആദ്യം വായിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെയാണ് ചില ആളുകൾ സൂംബ വിവാദത്തെ കണ്ടിട്ടുള്ളത്. പെട്ടെന്ന് കാര്യമായിട്ട് എന്തോ സംഭവം നടക്കുന്നു പറയുമ്പോഴത്തേക്ക് വിട്ടുനിൽക്കുന്നു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടേണ്ട കാര്യമുണ്ടോ? അല്ല. ഇത്രയും ദിവസങ്ങളായി, ആഴ്ചകളായി ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും അതിനോടുള്ള വിയോജിപ്പുകൾ പറയുകയും അതിനെതിരെ ബോധവൽക്കരണം നടത്തുകയും ബന്ധപ്പെട്ട ആളുകളെയെല്ലാം ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷവും ഒരു ജനാധിപത്യ മര്യാദയുമില്ലാതെ, ഒരു ചർച്ചയുമില്ലാതെ അത് പെട്ടെന്ന് നടപ്പിലാക്കാൻ ഒരു സർക്കുലർ വരുമ്പോൾ ഇതല്ലാതെ വഴികൾ ഉണ്ടായിരുന്നില്ല. അതാണ് ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. പിന്നെ എന്നാലും ചില ആളുകൾക്ക് ഒന്നുകൂടി ആ സർക്കുലറിലൊക്കെ ഉറപ്പുവരുത്തേണ്ടതാണെന്നൊക്കെ കണ്ടാലും, എന്നാലും എല്ലാവരും പങ്കെടുക്കണം നിർബന്ധമാണോ, അങ്ങനൊക്കെ ഉണ്ടോ? നിർബന്ധമാണെങ്കിൽ മാത്രം നിങ്ങൾ പ്രതികരിച്ചാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളോട് ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് ബഹുമാനനായ മന്ത്രി ശിവൻകുട്ടി പറയുന്ന ഭാഗം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഈ സ്കൂളിൽ നടക്കുന്നത് ലഘുവ്യായാമമാണ്. സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണത് ചെയ്യുന്നത്. RT പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾ കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. ഒന്നുകൂടി വായിക്കുക, അടിവരയിട്ട് വായിക്കുക. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, എന്തിനിത്രമേൽ ഗൗരവകരമായി ഇതിനോട് പ്രതികരിച്ചു എന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർ കൃത്യമായി വായിക്കുക. കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. ഇത് RTയുടെ ആ ഒരു പഠന പ്രക്രിയയുടെ ഭാഗമായി നടപ്പിലാക്കപ്പെടുന്നതാണ് ഈ സൂംബ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ പങ്കെടുക്കൽ നിർബന്ധമാണ്. അടുത്ത വരി വായിക്കുക. രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ല. രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ല. ഇനി പറയൂ, അത് ഇഷ്ടമുണ്ട് കളിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ വിയോജിപ്പ് എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ എന്നിട്ട് അതിനുശേഷം പിന്നെ വിയോജിപ്പുകളൊക്കെ വന്നപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകളൊക്കെ നടത്തി. അത് ആരെയും നിർബന്ധിക്കൂല എന്ന രൂപത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആദ്യം പറഞ്ഞത് ഇതാണ്. ഈ പോരാട്ടത്തിന്റെ വിജയത്തിൽ ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ ഇപ്പൊ അത്ര നിർബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു കണ്ട് ആ രൂപത്തിൽ പറയുന്നത്. ഇതിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഒരു വിജയം തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ കൃത്യമായി നിർബന്ധമാണ് എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചത്, അടിച്ചേൽപ്പിക്കുക തന്നെയാണ് ചെയ്തത്. എന്നാൽ ചില ആളുകൾക്കുള്ള അടുത്ത ഒരു സംശയം, എന്നാ ശരി ഇപ്പം എന്തായാലും നിങ്ങളെ വിയോജിപ്പൊക്കെ കൊണ്ട് നിർബന്ധമല്ല എന്നൊക്കെയുള്ള ഒരു പ്രസ്താവനയെങ്കിലും വന്നല്ലോ, പക്ഷേ നിങ്ങൾ ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കണമെന്നാണ് പറയാനുള്ളത്. മാധ്യമപ്രവർത്തകരോട് ഞങ്ങളോട് ചോദിക്കല്ല വേണ്ടത്, നിങ്ങൾ രക്ഷിതാക്കളുടെ അടുത്തേക്ക് പോവുക. എന്താണ് സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾ അന്വേഷിക്കുക. ഇതാ ഉറപ്പുവരുത്തണം, നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുകളിൽ നിന്ന് വന്ന ഉത്തരവാണ്. അതുകൊണ്ട് ഏതെങ്കിലും കുട്ടി പറ്റൂല എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്കൂൾ ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ചോയ്സ് ഇല്ല. അവർ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. മാത്രമല്ല, ഇതിനി അവിടെ മാറി നിൽക്കാമെന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്താൽ തന്നെ എന്താണ് സംഭവിക്കുക? ഒരു 50 കുട്ടികളുള്ള ഒരു സ്കൂളിൽ 49 കുട്ടികളും പോയി സൂംബ കളിക്കുന്നു, ഒരു കുട്ടി മാറി നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ ഐസൊലേഷൻ ഒരു വലിയൊരു പ്രശ്നമല്ലേ? സ്ട്രെസ് ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ഇത്തരത്തിൽ വിയോജിപ്പുകളുള്ള കുട്ടികളെ അങ്ങേയറ്റം സമ്മർദ്ദത്തിനുമേൽ സമ്മർദ്ദം കൊടുക്കുന്ന ഒരു രൂപമായി അത് മാറുകയാണ് ചെയ്യുക. അവിടെയാണ് നമ്മൾ പറയുന്നത് ഇതിങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല. കുട്ടികളുടെ സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നത് അവർക്ക് കായിക പരിശീലനങ്ങൾ നൽകേണ്ടതുണ്ട്, യാതൊരു സംശയമില്ല. അത് ഏതെങ്കിലും തരത്തിൽ ഒരു രൂപം മാത്രം അടിച്ചേൽപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് ഇവിടെയുള്ള കായിക പരിശീലനങ്ങൾ കാര്യക്ഷമമാക്കുക. കായികാധ്യാപകരെ നിയമിക്കുന്നിടത്ത് ഓൾറെഡി തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള വഴികളിലൂടെയാണത് പരിഹരിക്കേണ്ടതല്ലാതെ ഒരു രൂപം ആർക്കൊക്കെ എന്തൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും അത് ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കുമെന്ന ഒരു കൾച്ചറൽ ഫാസിസം അല്ല വേണ്ടത് എന്ന് പറയുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇത്രമേൽ വേരുകളുള്ള ഒരു വിഷയത്തെയാണ് പലപ്പോഴും പല ആളുകളും വളരെ
തൊലിപ്പുറത്ത് പെരിഫറലായി മാത്രം മനസ്സിലാക്കുകയും ബഹുമാനരായ ചില മാധ്യമ പ്രവർത്തകരൊക്കെ പൊതുപ്രവർത്തകരൊക്കെ ഇതെന്താണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഈ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചറൽ ഫാസിസം, ഒരു ലിബറൽ ആശയങ്ങളുടെ ഒരു അടിച്ചേൽപ്പിക്കലിനെ കുറിച്ചുള്ള ഗൗരവകരമായ വായനകളും പഠനങ്ങളും ഉണ്ടാകണമെന്നുള്ളതാണ് വളരെ വിനീതമായി കൊണ്ട് പറയാനുള്ളത്. ഇതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇത് കേവലമായിട്ടുള്ള ഒരു ഡാൻസ് രൂപത്തോടുള്ള വിയോജിപ്പും യോജിപ്പും എന്നതിനപ്പുറത്ത് ഇതിന്റെ സാംസ്കാരിക പരിസരവും ഇതിനോടുള്ള വിയോജിപ്പിന്റെ വേരുകളും കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണേ എന്നാണ് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കാണുമ്പോൾ അതിനെതിരെ കൃത്യമായി ശക്തമായി പ്രതികരിക്കുവാനും അതിനോട് വിയോജിപ്പുകളുള്ളത് ശക്തമായി തന്നെ അത് പറയുവാനുമുള്ള ഒരു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ ഒരു പോരാട്ടം എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഏതെങ്കിലും ഒരു കായിക ഇനത്തോടോ അല്ലെങ്കിൽ ഒരു ഡാൻസ് രൂപത്തോടോ ഉള്ള പോരാട്ടമല്ല. ഏതാനും കാലങ്ങളായിക്കൊണ്ട് നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവിദ്യാലയങ്ങളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ചില ആശയങ്ങളോടുള്ള ആശയയുദ്ധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ യുദ്ധത്തിൽ എല്ലാവരും കൂടെയുണ്ടാകണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.